പ്രിയമുള്ളവരെ, വചനജ്വാല 1267 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 18 ചൊവ്വാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ദൈവമേ വൈകരുത്. ഗായക സംഘ നേതാവിനെ ദാവീദിന്റെ സങ്കീർത്തനം. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവെപ്പുകൾ സുരക്ഷിതമാക്കി. അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു, നമ്മുടെ ദൈവത്തിന് ഒരു സ്വസ്ത്രഗീതം. പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ചു. കർത്താവെ, അങ്ങക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്നും പിൻവലിക്കരുത്. അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ. എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. എൻ്റെ കാഴ്ച നഷ്ടപ്പെടത്തക്ക വിധം എൻ്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു. അവ എൻ്റെ തലമുടിയിഴകളേക്കാൾ അധികമാണ്. എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു. കർത്താവെ, എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ. എനിക്കിതാ ദ്രോഹം ആഗ്രഹിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ. ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവൻ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്. എൻ്റെ ദൈവമേ, വൈകരുതേ. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ശിമയോനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. വിശുദ്ധ ശിമയോൻ ഒരു ധീര രക്തസാക്ഷി കൂടിയാണ്.
ജെറൂസലേമിലെ ബിഷപ്പായിരുന്ന ചെറിയ യാക്കോബ് 62 വധിക്കപ്പെട്ടു എന്നാണ് പാരമ്പര്യം. അദ്ദേഹത്തിന്റെ പിൻഗാമിയാണ് ഇവിടെ പ്രതിപാദിക്കുന്ന ശിമയോൻ. അദ്ദേഹം വിശുദ്ധ യൗസേപ്പിന്റെ സഹോദരനായ ക്ലെയോഫാസിന്റെയും കന്യകാംബിയുടെ സഹോദരിയായ മറിയത്തിന്റെയും മകനാണ്. ചെറിയ യാക്കോബിന്റെയും യൂദയായുടെയും അനുജനാണ് ശിമയോൻ എന്നും സ്വസഹോദരനായ യാക്കോബിനെ ഭരണത്തിൽ സഹായിച്ചിരുന്നതെന്നും കരുതപ്പെടുന്നു. വിശുദ്ധ പത്രോസിന്റെയും പൗലോസത്തിന്റെയും രക്തസാക്ഷിത്വത്തിന് ശേഷം റോമക്കാർ ഉടനെ ജെറൂസലേം ആക്രമിക്കുന്നുമെന്നും അതിനാൽ എല്ലാവരും പലായനം ചെയ്യണമെന്നും ക്രിസ്ത്യാനികൾക്ക് ദൈവത്തിൽ നിന്നും ഒരു വെളിപാടുണ്ടായി. ബിഷപ്പ് ശിമയോൻ തന്റെ ജനങ്ങളെ ജോർദാൻ കടത്തി പെല്ല എന്ന നഗരത്തിൽ താമസിപ്പിച്ചു. വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ ജെറൂസലേം ആക്രമണത്തിന് ശേഷം ക്രിസ്ത്യാനികൾ ശിമയോന്റെ നേതൃത്വത്തിൽ തന്നെ ജെറൂസലേമിലേക്ക് മടങ്ങി. അഡ്രിയൻ ചക്രവർത്തിയുടെ ആക്രമണകാലത്തും അനേകം യഹൂദർ ക്രിസ്തുമതം സ്വീകരിച്ചു. ഇത് ശിമയോന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകിയെങ്കിലും 2 പാഷണ്ഡതകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഭേദിച്ചു. ക്രിസ്തു യൗസേപ്പിന്റെയും മറിയത്തിന്റെയും സ്വാഭാവിക പുത്രനാണെന്ന് നസ്രീൻകാർ വിശ്വസിച്ചു. എബിയോൺ എന്നൊരു വേറൊരു പാഷണ്ഡി നസ്രീൻ അബദ്ധങ്ങൾക്ക് പുറമെ വിവാഹമോചനം അനുവദനീയമാണെന്നും വാദിച്ചു. കുറെ അന്ധവിശ്വാസങ്ങളും അയാൾ ആശ്ലേഷിച്ചു. അങ്ങനെയാണ് എബിനിയനറ്റ് പാഷണ്ഡത ആവിർഭവിച്ചത്. ശിമയോന്റെ കാലത്ത് ഈ പാഷണ്ഡതകൾ ശക്തിപ്പെട്ടിട്ടില്ല. അദ്ദേഹം മരിച്ചപ്പോൾ അവ നാരകീയ രോഷത്തോടെ സഭയെ എതിർത്തു. വെസ്പേഷ്യൻ ചക്രവർത്തിയും ഡൊമീഷ്യൻ ചക്രവർത്തിയും ദാവീദിന്റെ വംശം മുഴുവനെയും കൊന്നൊടുക്കണമെന്ന് ആജ്ഞാപിച്ചിരുന്നു. യഹൂദന്മാർ തക്കം നോക്കി ശിമയോൻ ദാവീദിന്റെ വംശജനാണെന്നും ഒരു ക്രൈസ്തവനാണെന്നും റോമൻ ഗവർണർ അറ്റിക്കൂസിനെ അറിയിച്ചു. അദ്ദേഹം ശിമയോനെ കുരിശിൽ തറയ്ക്കാൻ വിധിക്കുകയും ചെയ്തു. പതിവുള്ള മർദ്ദനങ്ങൾക്കു ശേഷം ശിമയോൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു. 43 വർഷം ശിമയോൻ ജെറൂസലേം മെത്രാനായിരുന്നു. പ്രിയരെ, നമ്മുടെ ക്ഷണികവും ലഘുവുമായ കഷ്ടതകൾ നിത്യവും അപരിമിതവുമായ മഹത്വം നമുക്കായി തയ്യാറാക്കുന്നു. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് പകരം ശിമയോൻ കുരിശുമരണം തന്നെ കാഴ്ചവെച്ചു. ആകയാൽ കുരിശുകളെ ഓർത്ത് അധൈര്യപ്പെടാതിരിക്കുക. പ്രിയരെ, ഇന്നത്തെ രക്തസാക്ഷിയായ വിശുദ്ധ ശിമയോന്റെ മെത്രാനായിരുന്ന ശിമയോന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.